പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഡെയിലി പ്രോമിസ് വേർഡ് ശുശ്രൂഷയിലൂടെ ദൈവവചന സന്ദേശങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ അനേകർക്ക് അനുഗ്രഹവും പ്രയോജനവും ആകുവാൻ ഷെയർ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അനേകർക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രചോദനമായി ഈ പ്രഭാത സമയത്തിലെ ഈ ശുശ്രൂഷകൾ ദൈവാനുഗ്രഹമാക്കട്ടെ. അതിരാവിലെ എഴുന്നേറ്റ് നല്ല പ്രഭാതത്തിൽ ദൈവത്തോടും ദൈവവചനത്തോടും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഒരു കുടുംബജീവിതം, അതെത്ര വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ഒരു ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. സിയോനോ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, മറന്നു കളയാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങളെ മറക്കുന്നവനല്ല, നിങ്ങളുടെ കുടുംബങ്ങളെ മറക്കുന്നവനല്ല, നിങ്ങളുടെ തലമുറകളെ മറക്കുന്നവനല്ല, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളെ മറക്കുന്നവനല്ല. മറന്നു കളയാത്ത ഒരു ദൈവം നമ്മുടെ ദൈവം. ഇവിടെ സിയോൻ പറയുകയാണ്, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. സിയോൻ പറയുകയാണ്, സിയോൻ ചിന്തിക്കുകയാണ്, സിയോൻ പറയുകയാണ്, എന്നെ ദൈവം മറന്നു കളഞ്ഞു. പലവിധമാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ സിയോനെ പോലെ ദൈവം എന്നെ മറന്നു കളഞ്ഞോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ ഒരിക്കലും മറന്നു കളയുന്നവനല്ല എന്ന് ഈ പകൽക്കാലം ഒന്നറിയുക. നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവം എന്നെ മറന്നു കളഞ്ഞോ എന്ന് ചിന്തിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഒന്ന് പറയാൻ കഴിയുമോ? ദൈവം എന്നെ മറക്കയില്ല. ആ സിയോനോട് ദൈവത്തിൻ്റെ അരുളപ്പാട്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവിടെ ഒരു ക്വസ്റ്റ്യനാണ്, മറക്കുമോ? ഏറ്റവും വലിയ ബന്ധം ഒരു കുഞ്ഞിനെ പ്രസവിച്ച അമ്മ മറന്നു കളയുകയില്ല, ആ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുകയില്ല എന്നുള്ളതാണ്. ഒരു അമ്മയുടെ സ്നേഹം അത് ഏറ്റവും വലുതാണ്. തൻ്റെ കുഞ്ഞ് അതെങ്ങനെ ഏത് നിലകളിലുള്ള കുഞ്ഞായാലും, ആ കുഞ്ഞ് സൗന്ദര്യം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും, ആ കുഞ്ഞ് എങ്ങനെയുള്ള നിലകളിൽ ആ കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യത്തിലുമൊക്കെ ആ കുഞ്ഞിനോടുള്ളൊരു സ്നേഹം ആ അമ്മയ്ക്ക് പ്രത്യേകമായിട്ടുണ്ടായിരിക്കും. കാരണം ആ അമ്മ ആ കുഞ്ഞിനെ പ്രസവിച്ചതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ അമ്മ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? ഒരിക്കലും കരുണ തോന്നാതിരിക്കുന്ന ഒന്നല്ല ഒരു അമ്മയുടെ സ്നേഹം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രയാസം ഒരു കുഞ്ഞിനുണ്ടാകുമ്പോൾ, ഒരു കുഞ്ഞ് കിടന്ന് കരയുകയാണ്
പാല് കുടിക്കുന്ന കുഞ്ഞാണെങ്കിൽ അതിന് പാല് കിട്ടാതെ കരയുമ്പോൾ അത് കരയട്ടെ എന്ന് കരുതി മത്സരബുദ്ധിയോടെ ആ അമ്മ ഇരിക്കത്തില്ല. അതിൻ്റെ കരച്ചിലു മാറ്റാൻ ആ കുഞ്ഞിനോട് കരുണ കാണിക്കുന്നൊരു അമ്മ. ഇവിടെ പറയുന്നു, കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. ഇതുപോലെ ഏറ്റവും അധികം കുഞ്ഞിനെ സ്നേഹിക്കുന്ന അമ്മയൊരു പക്ഷേ ആ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും അതിന് സാധ്യത കുറവാണ്. എന്നാൽ പത്രവാർത്തകളിലൂടെയൊക്കെ നമുക്ക് കാണാം, ചില അമ്മമാർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നു. വളരെ ദുഃഖകരമായ വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു, പത്രമാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്നു, ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്നു, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണാൻ കഴിയുന്നു. കുഞ്ഞിനെ മാതാവ് മറന്നു കളഞ്ഞു. അതിനോട് കരുണയില്ലാത്ത കാലമായി മാറി. എന്നാൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ മാതാവ്, ആ അമ്മമാര്, അങ്ങനെ ഒരു പക്ഷേ എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും വളരെയധികം സ്നേഹിക്കുന്ന അമ്മമാരുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ഇങ്ങനെ കരുണ തോന്നാതിരുന്നാൽ, മക്കളോട് കരുണ തോന്നാതിരുന്നാൽ, ആ കുഞ്ഞിനെ മറന്നാൽ, ദൈവം പറയുന്നു, അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങളെ ദൈവം മറന്നു കളയുന്നവനല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ മറന്നു കളഞ്ഞേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു പല നിങ്ങളെ ഓർക്കേണ്ടുന്നവര് നിങ്ങളെ മറന്നിരിക്കാം. എന്നെ ഓർത്തില്ലല്ലോ എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചേക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം നിങ്ങളെ മറന്നു കളഞ്ഞിട്ടില്ല. സിയോനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എന്തുകൊണ്ടാണ് മറന്നു കളഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്? ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകളെല്ലാം ഇപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ആ ദൈവം വരച്ചതിനെ മായ്ച്ചു കളയാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ മറന്നു കളയാതെ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിട്ടുണ്ടെന്ന ആ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ഈ പ്രഭാതത്തിലൊന്നോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. മറന്നു കളയാതെ നമ്മെ ഓർക്കുന്ന നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ വിഷയങ്ങളിൽ നമ്മൾ തകർന്നു പോകാതിരിക്കാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല പ്രഭാതം പ്രാർത്ഥിച്ചാരംഭിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളെ മറന്നു കളഞ്ഞിട്ടില്ല. ചില ജീവിതങ്ങൾ വളരെയധികം ഭാരത്തോടെ കണ്ണുനീരോടുകൂടെ ഇരിക്കുന്ന ചില ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണാൻ പോകും. ദൈവം നിങ്ങളെ മറന്നു കളഞ്ഞിട്ടില്ല എന്നുള്ള ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവ് നൽകാൻ പോകുന്നു. വിശ്വാസത്തോടെ ഈ വാഗ്ദത്തം നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ദൈവം മറന്നു കളഞ്ഞിട്ടില്ല, മറന്നു കളയുന്നവനും അല്ല. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഡെയിലി പ്രോമിസ് വേർഡ് ശുശ്രൂഷകൾ, ഈ സന്ദേശങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അത് അനേകർക്ക് പ്രയോജനപ്രദമായി തീരട്ടെ, അനുഗ്രഹമാകട്ടെ. വിശേഷാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വചനം ചിന്തിച്ചു. അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. കാരണം അങ്ങയുടെ ഉള്ളം കയ്യിൽ അങ്ങ് ഞങ്ങളെ വരച്ചിരിക്കുന്നു. സിയോനെ കുറിച്ച് അങ്ങ് അങ്ങനെ അരുളി ചെയ്ത് ഞങ്ങൾ വായിക്കും. ആകയാൽ ഈ പ്രഭാതത്തിൽ മറന്നു കളയാത്ത ദൈവത്തെ, ഞങ്ങളെ എപ്പോഴും ഓർക്കുന്ന ദൈവത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ കർത്താവേ, നിന്റെ മക്കൾ ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ, ഏതെല്ലാം
ഏതെല്ലാം വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നു, ഏതെല്ലാം ആവശ്യങ്ങളുടെ നടുവിൽ ഭാരത്തോടെ ഇരിക്കുന്നു, അതിൻ്റെ മേലെല്ലാം അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം ഇടയാക്കും. വീടുമായി ബന്ധപ്പെട്ട കർത്താവ് ചില വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ദൈവപ്രവൃത്തി ഈ മാസം ഉണ്ടാകട്ടെ, വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. അങ്ങ് മറന്നു കളഞ്ഞോ എന്ന് തോന്നത്തക്ക നിലകളിലുള്ള അന്തരീക്ഷങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് അങ്ങ് മറന്നു കളഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത തിരിച്ചറിയത്തക്ക നിലകളിൽ കർത്താവിൻ്റെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ മറന്നു കളയാത്ത ദൈവമാണ്. നിങ്ങളോട് കൂടെ എപ്പോഴുമുണ്ട്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.